ഈ കാണുന്നത് പാരീസ് CDG ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ പാരീസ് എയർപോർട്ടിൽ നിന്നും ഞാൻ പോകാൻ പോകുന്നു ഐസ്ലാൻഡിലേക്ക്. യെസ്, ഐസ്ലാൻഡ് എന്ന് പറയുന്ന ആ കുഞ്ഞ് ദ്വീപിലേക്കാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത്. എൻ്റെ 78ാമത്തെ രാജ്യമാണ്. കുറേ വർഷത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു ഐസ്ലാൻഡ് പോകണം എന്നുള്ളത്. ഐസ്ലാൻഡും ഗ്രീൻലാൻഡും ഒക്കെ നമ്മൾ മാപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. സോ ടെക് ട്രാവൽ ഇറ്റ് ഈസ് ഗോയിങ് സോളോ ട്രിപ്പ് ടു ഐസ്ലാൻഡ്. ഇത് ഞാൻ ഇന്നലെ രാത്രി പാതിരാത്രിക്ക് എയർപോർട്ടിനടുത്ത് വന്ന് താമസിച്ച ഹോട്ടലാണ്. എന്നാ വലിയ ഹോട്ടലാണെന്നറിയോ? അയ്യോ, പൈസ ലാഭിക്കാൻ വേണ്ടി ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ചെക്കിംഗ് ഔട്ട്. താങ്ക് യു. അത്ര ഉള്ളല്ലേ, പറഞ്ഞില്ലല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 200 മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ എയർപോർട്ടായി, അതായത് എയർപോർട്ട് ടെർമിനലായി. ഇവിടെ കുറേ ടെർമിനലുണ്ട്. അപ്പോൾ ടെർമിനൽ 3യിൽ നിന്നാണ് എൻ്റെ വിമാനം. ഞാൻ ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ പ്രൊനൗൺസിയേഷനാണ് വീണ്ടും പ്രശ്നം. റെയ്ക്വാജിക്കോ അങ്ങനെ എന്തോ ആണ്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. ഐസ്ലാൻഡ് എയർ എന്ന് പറഞ്ഞ വിമാന കമ്പനിയുണ്ട്. അവരുടെ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ടുള്ള പ്ലേ എന്ന് പറഞ്ഞ വിമാനത്തിലാണ് ഞാൻ പോകുന്നത്. പ്ലേ. അപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കാണുന്നതാണ് ടെർമിനൽ 3 എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ എന്തോ വഴിയുണ്ടെന്നൊക്കെ റിസപ്ഷനിൽ പറഞ്ഞു. ജസ്റ്റ് ഒരു 10-200 മീറ്ററേ ഉള്ളൂ, നടക്കാൻ ദൂരമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഐസ്ലാൻഡിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ വരുന്ന ഒരു യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനം ഞാൻ എത്ര ക്യാരി ചെയ്താലും എൻ്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോകും. നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഞാനത് ക്യാരി ചെയ്യാറുള്ളായിരുന്നു. പിന്നെ എടുത്ത് ഈ പ്ലേ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബഡ്ജറ്റ് എയർലൈനാണ്. അതിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നത്തിങ് വിൽ ബി ദെയർ. പിന്നെ ഐസ്ലാൻഡ് ഇവിടുത്തെ വേറെ തന്നെ ഒരു ടൈം സോണാണ്. ഐസ്ലാൻഡിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താ പറയുക, അവിടെ രാത്രി ആവില്ല എന്നുള്ളതാണ്. രാത്രി 12 മണിക്ക് ഇതേപോലെ സൂര്യൻ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. അതാണ് ഐസ്ലാൻഡിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. സോ ലിറ്ററലി വൈറ്റ് നൈറ്റ്സ് ആണ് ഐസ്ലാൻഡിൽ ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ KSRTC ഓടുന്ന പോലെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്കിനും ബാംഗ്ലൂരിൻ്റെ പുറത്ത് BMTC ബസ്സുകൾ ഓടുന്ന പോലെ തന്നെ ഇവിടെ പാരീസിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ഇവിടുത്തെ RTC വണ്ടികളാണ് ഈ കാണുന്നത്. ഈ പാരീസ് നഗരത്തിൽ തന്നെ ഏകദേശം 2-3 എയർപോർട്ട് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ മെയിൻ എയർപോർട്ടാണ് പാരീസ് CDG എയർപോർട്ട് എന്ന് പറയുന്നത്, ചാൾസ് ഡി ഗോളെ ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റും പിന്നെ കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുക. പിന്നെ ബഡ്ജറ്റ് എയർലൈൻസ് വരുന്ന വേറൊരു എയർപോർട്ട് ഉണ്ട്. പക്ഷേ സിറ്റിയിൽ നിന്ന് കുറേ ദൂരെയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ടെർമിനലിലേക്കുള്ള വഴി കണ്ടോ? ടെർമിനൽ 3 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഈ ടെർമിനൽ 3 2 മിനിറ്റ് പോക്ക്. ഈ കാണുന്ന തുരങ്കത്തിലൂടെ നടന്നാൽ നമുക്ക് ടെർമിനൽ 3-ലെത്താം. ഇതാണ് ബസ് സ്റ്റാൻഡ്. അതാണ് ഞാൻ താമസിച്ച ഹോട്ടല്. അടിപൊളിയല്ലേ? ഇത്ര കൺവീനിയൻ്റ് ഇത്. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ലണ്ടനിൽ ഇവിടെ വന്നിട്ട് ഞാനൊരു 1 മണിക്കൂർ എടുത്ത് ഞാൻ ഇവിടെ എത്താൻ. കാരണം ഞാൻ വേറൊരു ടെർമിനലാണ് വന്ന് ഇറങ്ങിയത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഫുള്ള് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ സ്ട്രൈക്ക് കാരണം ഒരു എയർപോർട്ട് മൊത്തം നിശ്ചലമായിരുന്നു. എന്നിട്ട് രാത്രിക്ക് ഇവിടെ എങ്ങനെയോ വന്ന് ഇറങ്ങി. അയ്യോ, ഇന്നലെ ആക്ച്വലി നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു, രസമായിരുന്നു. ഇത് കൊള്ളാമല്ലേ? നല്ല രസമുണ്ട് ടെർമിനലിലേക്കുള്ള വഴി. നമ്മളിവിടെ ഐസ്ലാൻഡ് വേറൊരു രാജ്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഷെങ്കൻ വിസ മതി അവിടേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്, ഇൻ്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക്. ഇന്നലെ ഫ്രാൻസിൽ വന്നിട്ടാണ് എൻ്റെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞത്. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഡിപ്പാർച്ചർ ടെർമിനൽ. അയ്യോ, തിരക്കാണല്ലോ. പ്ലേ എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെക്ക് ഇൻ എൻറെജിസ്റ്റർമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. പ്ലേ. തിരക്കുണ്ട്. എവിടെ പോയാലും ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. സമ്മർ ആയതുകൊണ്ട് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിമാനത്തിലൊക്കെ ഭയങ്കര റേറ്റുമാണ്, ഹോട്ടലിനും ഭയങ്കര റേറ്റാണ്, എല്ലായിടത്തും ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ എനിക്ക് മിക്കവാറും ഒരു 1/4 മണിക്കൂർ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്യാനോടെ നിൽക്കേണ്ടി വരും. ഐ ഹാവ് നോ. താങ്ക് യു. ഞാനങ്ങനെ എയർപോർട്ടിനകത്ത് കയറി വന്നു. ഇവിടെ എല്ലാ സാധനവും പുറത്തെടുത്തിടണമായിരുന്നു. എല്ലാം ലിറ്ററലി എവറിത്തിങ് പുറത്തെടുത്തിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു, സെക്യൂരിറ്റി ചെക്കൊക്കെ. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വേണം. സോ എനിക്ക് എന്താ വാങ്ങിക്കാൻ നോക്കട്ടെ. ലെറ്റ് മീ സീ വാട്ട് ദേ ഹാവ്. ഇവിടെ വേറെ സംഭവമൊന്നുമില്ല, ഒരു ചെറിയ ഡൊമസ്റ്റിക് ടെർമിനലാണ്. അപ്പം എന്തെങ്കിലും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ എന്തുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സാൻഡ്വിച്ചും അതുപോലെ സലാഡും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെയാണുള്ളത്. റാപ്പ് ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഈറ്റ്. ഞാനൊരു കിനോവ പിന്നെ ഒരു സാധനം, അങ്ങനെ 1-2 സാധനങ്ങൾ വാങ്ങിച്ച് ഒരു കോഫി കൂടെ വാങ്ങാം. താങ്ക് യു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ചായയല്ല, കാപ്പിയും പിന്നെ ഒരു സാധനം
ഇവിടെ സ്ഥലമില്ലല്ലോ ഇരിക്കാനായിട്ട്. എല്ലാവരും ഓരോ ടേബിളിലങ്ങ് ഇരിക്കുകയാണ് ജോലി എടുത്തുകൊണ്ട്. ഇരിക്കാം. ഒരു ടൊമാറ്റോ ചീസ് ക്രോസോണ്ട്, പിന്നെ ഒരു എന്താ പറയുക ടൂണയും പിന്നെ കിനോവയും കൊടുത്ത ഒരു സലാഡ്, ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു കാപ്പി. ഇതെല്ലാം കൂടെ ഏകദേശം 1700 രൂപയായി, 17 യൂറോ. നമ്മുടെ പ്ലേ വിമാനം ഇവിടെ 14 നമ്പർ ഗേറ്റിൽ നിന്നും പുറപ്പെടും എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ദ പ്ലേ ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ് ഒരു ബഡ്ജറ്റ് എയർലൈനാണ്. എങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഒരു റെഡ് കളറിലെ ഒരു വിമാനം അവിടെ വന്ന് കിടപ്പുണ്ട്. കാണാനൊക്കെ ഭയങ്കര ലുക്കാണ്. പ്രയോറിറ്റി ബോർഡിംഗ് ഒക്കെ ഉണ്ട്. ഹായ്, ഹൗ ആർ യു? താങ്ക് യു. അങ്ങനെ നമ്മൾ ഐസ്ലാൻഡിലേക്ക് പോകാൻ പോവാണ് ഗായ്സ്. ഓ മൈ ഗോഡ്, പൊളിച്ച് ഐസ്ലാൻഡ്. ഹലോ. ഇങ്ങനെ ഫുള്ളായിട്ട് റെഡ് കളറിലെ പെയിൻ്റ് അടിക്കാൻ എത്ര രൂപ ചിലവ് വരുമല്ലേ? ഞാനത് ആലോചിക്കുന്നു. എയർബസ് A320 നിയോ വിമാനമാണ്. സംഭവം കളറാണ്, ലുക്കാണ്. ആ എയർബസിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ അത് പൊളിയാട്ടോ. അത് ഭയങ്കര സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. 350 ആ ഒരു സംഭവം ആദ്യം വന്നതെന്ന് തോന്നുന്നു. ആ ഒരു സംഭവം ഭയങ്കര രസമാണ്. അതിനകത്ത് ഇങ്ങനെ ഭയങ്കര തലയെടുപ്പാണ്. ഈ അശോക് ലൈലൻ്റെ വണ്ടി പോലെയാണ് ഈ എയർബസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സംഭവം ഇരിക്കുന്നത് കേട്ടോ, എയർ ഫ്രാൻസിൻ്റെ ഒരു പഴയ കോൺകോഡ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട്. എൻ്റെ ദൈവം, അതിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. എന്താല്ലേ, ഒരു കാലത്ത് വിമാനങ്ങളൊക്കെ പറന്ന് നടന്നുകൊണ്ടിരുന്ന സമയമാണ്. അത് ശരിക്കും അതപ്പതിച്ച് പോയതാണ്. എന്തല്ലേ, കോൺകോഡ് രാജാവായിരുന്നു. എയർ ഫ്രാൻസിനും ബ്രിട്ടീഷ് എയർവേസിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അങ്ങനെ പ്ലേ വിമാനത്തിലേക്ക് നമ്മൾ കയറാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇത് കൊള്ളാണോ, കിട്ടില്ല കളറ്. ഇവനെന്താ ഓടിച്ച് കളിക്കുക? എൻ്റെ സീറ്റ് പുറകിലാണോ? അത് ഞാൻ പുറകിലോട്ട് പോയത്. ഇത് കൊള്ളാട്ടോ, നല്ല അടിപൊളി ചുമന്ന വിമാനം. എന്ത് രസമല്ലേ, റെഡ് കളറിലെ വിമാനം. 36F ആണ് സീറ്റ്. ഹായ്, ഹൗ ആർ യു? 36F. Thank you. Hi. That's my seat. അപ്പോൾ വെൽക്കം ടു പ്ലേ എയർലൈൻസ്. ഇതാണ് പ്ലേ. സ്പേസൊക്കെ വളരെ കുറവാണ്. ബഡ്ജറ്റ് എയർലൈനാണ്. കാലം ഇങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് എയർവേസിൽ ഇല്ലാത്തൊരു സാധനത്തുണ്ട്, പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയും പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ, സംഭവങ്ങളാണ്. ഇത്രയും പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ ഐസ്ലാൻഡ് എയർ ഉണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതിലാണ് ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുന്നത്. അത് നമുക്ക് ഐസ്ലാൻഡ് വിട്ട് അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെ എന്താണെന്നുള്ളത്. ഇവരുടെ മെനു കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കണം. കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന ദൂരമുണ്ട്. അതായത് ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഐസ്ലാൻഡിലേക്ക്. ദാറ്റ്സ് ഇറ്റ്. നല്ല വൃത്തിയുള്ള വിമാനമാണ്, നല്ല സീറ്റാണ്, കംഫർട്ടബിളാണ്, ഇരിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ലെഗ് സ്പേസ് ഇച്ചിരി കുറവാണെന്നുള്ളതേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഹാവ് ടു കീപ്പ് ഇറ്റ് അപ്പ്. നമ്മുടെ എയർ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഫ്ലാഗ് കാരിയറാണ് ഈ കാണുന്ന ഐബീരിയ എയർലൈൻസ് എന്ന് പറയുന്നത്. ഐബീരിയ, എയർ സ്പെയിൻ ഒന്നുമല്ല, ഐബീരിയ എന്നാണ് അതിന് പറയുന്നത്. ഈ പെഗാസസ് എന്ന് പറയുന്നത് തുർക്കിയിലെ ഒരു ബഡ്ജറ്റ് എയർലൈനാണ് പെഗാസസ് ഫ്ലൈ പേജസ്. അപ്പോൾ ഇനി അടുത്ത കുറേ ദിവസങ്ങളിൽ നിങ്ങൾ ടെക് ട്രാവലി ചാനലിൽ രാത്രി ദൃശ്യങ്ങൾ, നൈറ്റ് ലൈഫ് ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ റീസൺ, നമ്മളിനി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് രാത്രിയാവാത്ത സ്ഥലമാണ്. വിമാനം വിട്ടുടനെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. 300 ml വെള്ളം, 3 യൂറോ, 300 രൂപ. ഇവരുടെ വിമാനത്തിൻ്റെ ഒരു സ്കെയിൽ മോഡൽ ഉണ്ടായിരുന്നു ഇതിനകത്ത്, അവൈലബിൾ ഫോർ സെയിൽ. 20 യൂറോ ആണ്, ഏകദേശം 2000 രൂപയാണ്. ഞാൻ ഒരെണ്ണം വാങ്ങിച്ച്. എനിക്ക് ഈ ഒരു പരിപാടിയുടെ ഒരു ഭ്രാന്തുണ്ട്, കളക്ഷൻ്റെ ഒരു ഭ്രാന്തുണ്ട്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന വിമാനങ്ങളുടെയൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്.
ഇത് ഡൈകാസ്റ്റ് ഒന്നും അല്ല, പ്ലാസ്റ്റിക് ഞാൻ തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മോനെ ഇത് പൊളിച്ചത് അത്യാവശ്യം വലുതാട്ടോ. ഇത് 1:200 റേഷ്യോയിലുള്ള ഒരു സ്കെയിൽ മോഡലാണ്. ഇതിന് എഞ്ചിനും വിങ്സും ബാക്കി സംഭവങ്ങളെല്ലാം പെട്ടിക്കകത്തുണ്ട്. അത് ഫിക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ ചെയ്യാം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, വർത്ത്. അങ്ങനെ നമ്മുടെ വിമാനം ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മൾ ഐസ്ലാൻഡിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് വരുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു ഐലൻഡ് കാണുമായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഐസ്ലാൻഡിൻ്റെ മെയിൻലാൻഡ് കാണാൻ സാധിച്ചത്. ഐസ്ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ മൊത്തം ഐസ് വീണ് കിടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ നമ്മൾ കരുതുമെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ഗൈസ്. ഇവിടെ എല്ലായിടത്തും ഐസ് വീണ് കിടക്കുന്ന സ്ഥലമല്ല, പക്ഷേ ഗ്ലേഷ്യേഴ്സും ബാക്കിയുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാനുണ്ട്. എന്തായാലും സ്റ്റേ ട്യൂൺ. എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റിംഗ് റോഡുകളിലൊന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന റോഡുകളിലൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകും. അതായത് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകും എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അടിപൊളി, എന്തോ വ്യൂ നോക്കി. വെതറൊക്കെ അടിപൊളിയായി കിട്ടിയാൽ മതിയായിരുന്നു. കുറേ ലേക്കും പിന്നെ പല കളറിലുള്ള വെള്ളമൊക്കെയുള്ള കുട്ടി കുട്ടി തടാകങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പോണ്ടുകളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു അതിവിജനമായിട്ടുള്ള എന്തൊരു ശ്രദ്ധേയമേ ക്ലൗഡി ആയിട്ട് മഴയായിട്ട് എൻ്റെ ട്രിപ്പ് കൊള്ളാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഇറങ്ങാറായപ്പോഴത്തേക്കിനും ക്ലൗഡി ആണല്ലോ. എന്തായാലും ഞാൻ ഇത്തവണ ഡ്രോണൊക്കെ ക്യാരി ചെയ്താണ് ട്രാവൽ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഡ്രോണൊക്കെ ആയിട്ട് ഒരു വിദേശ രാജ്യത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഡ്രോൺ വിഷ്വൽസൊക്കെ വെച്ചിട്ടുള്ള കിടിലൻ കിടുക്കാശി കാഴ്ചകളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഐസ്ലാൻഡ് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. നല്ല ടർബുലൻസാണ്, അടിപൊളി. പക്ഷെ എൻ്റെ ദൈവമേ, ഇതെന്താണിത്? വിജനമാണല്ലോ, ഈ രാജ്യം മുഴുവൻ വിജനമാണല്ലോ. ഇവിടെ നിന്ന് നെറ്റ്വർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്കവാറും ഒരു നൊമാഡിക് ലൈഫ് സ്റ്റൈലായിരിക്കും ഞാൻ അടുത്ത കുറേ ദിവസങ്ങളിൽ. അതായത് അടുത്ത ഒരു 6-7 ദിവസം ഞാനിവിടെ ഉണ്ട്. ഞാൻ ഹോട്ടൽ എടുക്കുന്നില്ല, ഒരു ഹോട്ടലിലും താമസിക്കുന്നില്ല. ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടിയിൽ തന്നെയാണ് ഞാൻ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നൊരു വോൾക്കാനോ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ധാരാളം വോൾക്കാനോസ് ഉള്ള ഒരു സ്ഥലമാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം വോൾക്കാനിക് ഇറപ്ഷൻസ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ക്ലൗഡി കേട്ടോ, അങ്ങ് ദൂരെ ഒരു സിറ്റി കാണാം കണ്ടോ. അതാണ് ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന റെയ്ക്ജാവിക് എന്ന് പറഞ്ഞ സിറ്റി. അവിടെ നിന്നൊരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. കെഫ്ലാവിക് എന്ന് പറഞ്ഞ സ്ഥലത്തെ എയർപോർട്ട്, അവിടേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകേണ്ട റോഡാണ് ഗൈസ്. എൻ്റെ മോനെ അടിപൊളി, നല്ല കിടുക്കാച്ചി ലാൻഡിങ്. ഇത് രസമാണ് കാണാനായിട്ട്. ഇത് ഒരു ചെറിയ സ്ഥലമാണ്. ഈ രാജ്യത്ത് ആകെ 3 ലക്ഷം ആൾക്കാരെന്തോ ജീവിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. വളരെ ജനസംഖ്യ കുറഞ്ഞ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നേരം ഇരുട്ടത്തില്ല, രാത്രിയാവത്തില്ല. അതായത് രാത്രി 1 മണിക്ക് സൺസെറ്റും വെളുപ്പിന് 3 മണിക്ക് സൺറൈസുമാണ്. പിന്നെ വിൻ്റർ സമയങ്ങളിൽ ഇവിടെ നേരം വെളുക്കത്തില്ല, അതായത് സൂര്യൻ വരത്തില്ല. സൂര്യൻ വരാത്ത നാട്, സൂര്യൻ പോവാത്ത നാട്, അങ്ങനെ പല 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 നിർവചനങ്ങൾ നിർവചിക്കാൻ പറ്റുന്ന ആ രാജ്യത്തേക്കാണ് ടെക് ട്രാവലീറ്റ് നിങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഐസ്ലാൻഡിലെ ആ ഒരു എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. Dear passengers, welcome to Keflavik, Iceland, where the local time is 1:51 p.m, which means we are about 15 minutes ahead of schedule. നമ്മളെത്തി, നമ്മുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പുറത്തേക്ക്. ആക്ച്വലി പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഏകദേശം 13-14 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ്. അങ്ങനെ വെൽക്കം ടു ഐസ്ലാൻഡ്. ഐസ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എത്രാമത്തെ രാജ്യമാണ്? 78ാമത്തെ രാജ്യം. അയ്യോ, താങ്ക് ഗോഡ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു. താങ്ക് യു, ബൈ ബൈ. താങ്ക് യു. ആഹാ, തണുപ്പാണല്ലോ, അടിപൊളി. ഇവിടെ മൊത്തം പ്ലേ ആണ്. ഈ വിമാനങ്ങൾ ഇവരിവിടെ നിന്ന് അമേരിക്കയിലേക്ക് വരെ വിടുന്നുണ്ട്. ഇവിടെ നിന്ന് ബോസ്റ്റണിലേക്കും അതേപോലെ തന്നെ ന്യൂയോർക്കിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ വിമാനങ്ങൾ പോകുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് US അടുത്താണല്ലോ. 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വിമാനത്തിലിരുന്നാൽ നമ്മൾ അമേരിക്കയിലെത്തും. ഇതാണ് ഐസ്ലാൻഡ് എയറിൻ്റെ വിമാനം. അതായത് ഇവരുടെ സ്വന്തം ഫ്ലാഗ് കാരിയർ. നമ്മൾ എയർ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവരുടെ സ്വന്തം നാഷണൽ എയർലൈനാണ് ഐസ്ലാൻഡ് എയർ. കേട്ടോ, നമ്മൾ തിരിച്ചു പോകുന്നത് ഈ വിമാനത്തിലാണ്, ഐസ്ലാൻഡ് എയറിലാണ്. ഇത് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. പക്ഷേ ഭയങ്കര സൈലൻ്റാണ്, നല്ല തിരക്കുണ്ട്. പക്ഷേ തിരക്കുണ്ടോയെന്ന് പറഞ്ഞിട്ടും
എന്താ പറയുക, വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ എയർപോർട്ട്. ഞാൻ കുറേ നടക്കണം. ഇവിടെ നിന്ന് ഈ അറൈവൽ ഏരിയ ഡിപ്പാച്ചർ ഏരിയ ഒന്നാണ്, നമ്മൾ സിംഗപ്പൂരൊക്കെ പോകുന്ന പോലെ. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിറങ്ങിയ ആൾക്കാരാണോ പോകുന്ന ആൾക്കാരാണോന്നും അറിയത്തില്ല. നമുക്കിവിടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഇമിഗ്രേഷൻ ഫ്രാൻസിൽ ചെയ്തതാണ്. ഇത് നമ്മൾ ഈ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിവിടെ ഇമിഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പം അറൈവൽസ് ആൻഡ് ബാഗേജ് ക്ലെയിം ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മനോജ് ഏട്ടൻ എന്ന് പറഞ്ഞൊരാൾ 10-16 വർഷമായിട്ട് ഇവിടെ ഐസ്ലാൻഡിൽ ജീവിക്കുന്ന ആളാണ് ഫാമിലിയായിട്ട്. അപ്പോൾ പുള്ളി ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു. സോ പുള്ളിനെ മീറ്റ് ചെയ്യണം ഇറങ്ങുന്നതിന് മുമ്പ്, എന്നിട്ട് നമുക്ക് പുറത്തേക്ക്. നല്ല തണുപ്പാട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ വലിയ കട്ടിയുള്ള ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയത്തില്ല. ഐസ്ലാൻഡ് നോക്കിയപ്പോഴത്തേക്കിനും ഒരു 10 to 15 എന്നൊക്കെയാണ് കാണിച്ചത്. ആ മൊത്തം പ്ലേ ആണ്, പ്ലേ. ഓ അടിപൊളി. ഇതാണ് നമ്മൾ എക്സിറ്റ്. ഇവിടെ കണ്ടില്ലേ, എക്സിറ്റ് ടു ഐസ്ലാൻഡ്, പിന്നെ ഹിന്ദി എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ ചേട്ടൻ ഇവിടെ എവിടെയോ ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ബാക്കാത് എവിടെയാണ്? ബാക്കാതിൽ എവിടെ മനോജ്? മിസ്റ്റർ മനോജ്. ബാക്കാതിനുള്ളിൽ മനോജേട്ടനെ കാണുന്നില്ലല്ലോ. ബാക്ക എന്ന് പറഞ്ഞാൽ ബേക്കറി എന്നാണ് അർത്ഥം. ബാക്കാത്ത് എന്തല്ലേ, നമ്മൾ ഏതോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ എവിടേക്കാണ് എത്ര വർഷമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഇതൊരു ഗംഭീര എയർപോർട്ടാണ് കേട്ടോ. നമുക്കിനി പുറത്തിറങ്ങിയിട്ട് വണ്ടി കളക്ട് ചെയ്യണം, പിന്നെ സിം എടുക്കണം. നമസ്കാരം. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനകത്തോ? ആ അത് ശരി, ഷെഫാണ്. ഓക്കെ. പിന്നെ ആരാ ഷെഫ് എന്ന് പറഞ്ഞാൽ? മോനോ? വൈഫ് ഷെഫാണോ? ആ അത് ശരി. ഇതിപ്പം ഡിപ്പാർച്ചർ ഏരിയ ആണല്ലേ? ഓക്കെ. ആ അപ്പം എൻ്റെ ബാഗ് കളക്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ? വരാൻ പറ്റത്തില്ല. ബാഗ് കളക്ട് ചെയ്യുന്നത് താഴെയാണ്. ഓക്കെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇല്ലില്ല. കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാരീസിൽ നിന്ന് കഴിച്ചായിരുന്നു. ചേട്ടൻ ഡ്യൂട്ടി 3 മണിക്ക് കഴിയത്തില്ലേ? 3:30. ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വിളിക്ക്. ഞാൻ അപ്പോഴത്തേക്കും പോയി വണ്ടിയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഒരു ബാഗ്. ആ വണ്ടിയുടെ ഫോർമാലിറ്റി ഒക്കെ തീർത്തിട്ടേ. അതെ. ആ ചേട്ടൻ ഇറങ്ങുമ്പോഴത്തേക്കും വിളിക്കാം, നമുക്ക് കാണാം. ആണോ? ആ അത് ശരി. ഓക്കെ. ആ അത് ശരി. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒറ്റ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്? 2 കിച്ചണിലാ? അത് കൊള്ളാമല്ലോ പരിപാടി. ഒരേ സമയത്താണോ ജോലി? ഹായ് ആബിദ്. ഹായ് നമസ്കാരം. ഒരിക്കലും കരുതല്ല ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. ആ ശരി. വെൽക്കം ടു ഐസ്ലാൻഡ്. എന്താ പേര്? എൻ്റെ പേര് ശ്രീജ. ശ്രീജ. നിങ്ങൾ എവിടെ നാട്ടില്? ഞങ്ങള് പനച്ചിക്കാടാ? ആ ശരി. രണ്ടുപേരും കൈനടി അറിയോ? ആലപ്പുഴ. ആ ശരി. ആ ഞാൻ കോഴഞ്ചേരിക്കാരനല്ലേ? അത് ശരി. വെരി ഗുഡ്. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? 17 കൊല്ലോ? ഞാൻ 13. ദൈവമേ. ആ ശരി. ഓർക്കുന്നുണ്ടോ ഇല്ലെന്നറിയത്തില്ല. ഒരു മെസ്സേജ് അയച്ചു ഐസ്ലാൻഡിൽ വരുന്നു ചോദിച്ചു. അപ്പൊ വന്നില്ലേ? ഇനി ഗ്രീൻലാൻഡ് കൂടെ പോകണം. ആ അതാണ് പ്രശ്നം. ഞാൻ പോയി ബാഗൊക്കെ കളക്ട് ചെയ്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ലിപ്പൊന്നും വേണ്ട. നിങ്ങൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വരൂ. എനിക്കറിയാം ബാഗ് കളക്ട് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ഞാൻ വണ്ടിയൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ ഇൻ ആൻഡ് അറൗണ്ട് ഏതെങ്കിലും ഒരു ക്യാമ്പ് സൈറ്റ് തപ്പിയിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കാം. ഇന്ന് അങ്ങോട്ട് വാ. ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചേ. അപ്പോൾ ഐസ്ലാൻഡ് ഫുഡൊന്നുമില്ല? ശരി ശരി. ഓക്കെ ആയിക്കോട്ടെ. പോർക്ക് കഴിക്കത്തില്ല ഞാൻ ചിക്കനും ഫിഷും മാത്രമേ കഴിക്കുള്ളൂ. ആണല്ലേ? നിങ്ങൾ ഷെഫ്, നിങ്ങൾ 2 പേര് ഷെഫുമാരിങ്ങനെ വിളിക്കുമ്പോൾ വരാണ്ടിരുന്നാൽ എങ്ങനെ? തീർച്ചയായും തീർച്ചയായും. എനിക്ക് മനസ്സിലായി. ആണല്ലേ? ശരി. അപ്പോൾ കാണാം. ഓക്കെ ഞാൻ പോയിക്കോളാം. അപ്പോൾ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെ മലയാളികളെ കാണും എന്ന് പറയുന്ന പോലെ അധികം മലയാളികളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഐസ്ലാൻഡിൽ. അപ്പോൾ ഐസ്ലാൻഡ്, ഗുഡ് ടു സീ യു. ലെറ്റ്സ് ഗോ ആൻഡ് കളക്ട് അവർ ബാഗ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല. ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം ടു ഐസ്ലാൻഡ്, പിന്നെ ഒരു വലിയ ഡ്യൂട്ടി ഫ്രീ ഏരിയ. അടിപൊളി. കൊള്ളാം. ഡ്യൂട്ടി ഫ്രീ ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. തണുപ്പല്ലേ പുറത്ത്, മൊത്തം തണുപ്പാ. ഞാൻ എന്തായാലും ഡ്യൂട്ടി ഫ്രീ ഒന്നും വാങ്ങുന്നൊന്നുമില്ല തൽക്കാലം. ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് പുറത്തിറങ്ങാം. ബാഗ് കളക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെയാണ് തോന്നുന്നു. പാരീസ് CDG ഓൾ ബാഗ്സ് അറൈവ്ഡ് എന്നാണല്ലോ കാണിക്കുന്നത്. ഇനി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതിന്മാരുടെ അടുത്ത് മാറ്റി കാണുമോ? പോയി നോക്കട്ടെ എവിടെയെങ്കിലും. ബാഗേജ് സർവീസസ് എല്ലാം കൊണ്ട് വെച്ച് കാണും.
ഇല്ല അതേ വരുന്നുണ്ട് പെട്ടി. എല്ലാവരും പെട്ടി എടുത്തുകൊണ്ട് പോയി, ഞാനാണോ ലാസ്റ്റ്? കമോൺ എൻ്റെ പെട്ടി. ആനിമൽസ് ആർ നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റെയ്ക്ജാവിക് എന്ന് പറയുന്ന ഇവരുടെ സിറ്റി സെൻറ്ററിലേക്ക് പോകാനായിട്ട് ഫ്ലൈ ബസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബസ് അവൈലബിൾ ആണ്. അടുത്ത 14 മിനിറ്റിൽ വണ്ടി വിടുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത വിമാനത്തിൽ വരെ അവർ ടിക്കറ്റ് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ക്യാമ്പർ വാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് പിക്ക് ചെയ്യണം. അത് പിക്ക് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് അവേ നമുക്ക് ആ വണ്ടി കമ്പനി ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും റെൻ്റേ കാർ ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുകയില്ല. പല റെൻ്റേ കാർ കമ്പനികളുടെ ഓഫീസുകൾ കാണാൻ പറ്റും. ഇവിടെ വന്നെടുക്കാനൊന്നും നിൽക്കരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. നേരത്തെ ബുക്ക് ചെയ്തില്ല ഒന്നും കിട്ടില്ല. ഒരു 1-2 മാസമൊക്കെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കുന്തവും കിട്ടില്ല കേസ്. വൺ വാട്ടർ 1700 എന്ന് പറയുമ്പോൾ having here. Yeah, I'll have it. 1700. 1000 എന്ന് പറയുമ്പോഴത്തേക്കിനും 700 രൂപയാണ്. അതായത് ഇവരുടെ ഐസ്ലാൻഡിക് ക്രോണ എന്നാണ് പറയുന്നത്. 1000 ക്രോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ 706 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ച ഒരു കുപ്പി വെള്ളത്തിനും പിസയ്ക്കും 1200 രൂപയായി. താങ്ക് യു. പിസ്സ. അടിപൊളിയാണ്. ഞാൻ എൻ്റെ ക്യാമ്പർ വാൻ ബുക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ ഫോൺ വിളിച്ചു. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹായ്, കോൺവെൻ. Are you from India? മലയാളിയാണോ? ആ അത് ശരി, ഞാനും മലയാളിയാ. അത് ശരി, നിങ്ങളും മലയാളി? That was unexpected meeting a Malayali here. Yeah. ഇത് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമല്ലേ? ആളും പേരും ബഹളമൊന്നും ഇല്ല അല്ലേ? കൊള്ളാം. ഇവിടെ രാത്രിയിൽ പ്യുവറായിട്ട് ഇരുട്ട് വരുമോ ഇപ്പൊ? ഇല്ല, വരാറില്ല. ഈ മൂടി നിൽക്കത്തേ ഉള്ളൂ. 1 മണി 2 മണി വരെ വരാറില്ല. നല്ല വെളിച്ചമായിരിക്കും. ഉറങ്ങാനൊക്കെ പറ്റുമോ വെളിച്ചം കാരണം? മറ്റേ നമ്മള് വിൻഡോ ക്ലോസ് ചെയ്യുമല്ലോ, വിൻഡോ അടച്ചിടാൻ പറ്റുമല്ലേ? പക്ഷേ ഈ വണ്ടിക്കകത്ത് എങ്ങനെ കിടക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കട്ടെ. ക്യാമ്പർ ബുക്ക് ചെയ്തല്ലേ? ഒരു ക്യാമറ ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ പരിപാടി എന്നറിയില്ല. ക്യാമ്പ് സൈറ്റുകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ക്യാമ്പ് സൈറ്റ് അവിടെ നമുക്ക് മാപ്പ് ഉണ്ട്. ഓ അത് ശരി. ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി കണ്ടുപിടിക്കുക അല്ലേ? പേര് ഞാൻ പറഞ്ഞു, കണ്ടുപിടിച്ചിട്ട് പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി. പാർക്ക് IS ആണെന്ന് തോന്നുന്നു അല്ലേ? തിരക്കുണ്ടാവോ? നമ്മള് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് അങ്ങ് എവിടെയെങ്കിലും കയറിയാൽ മതിയോ? അങ്ങനെ മതിയാണ്. ജൂലൈയില് പൊതുവെ തിരക്കുള്ള മന്താണ്. ആണല്ലേ? ഇവിടെ ശരിക്കും വണ്ടി ഇല്ലാതെ എങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഈ റെയ്ക്ജാവിക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. വണ്ടി ഇല്ലാതെ അവിടെ പോകാനാ അല്ലേ? ടാക്സി ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലല്ലോ അങ്ങനെ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് ഇവിടെ. ഫ്ലൈ ബസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? അത് എവിടെങ്കിലും ഒരു പോയിന്റ് മറ്റൊരു പോയിന്റ് ആയിരിക്കും അല്ലേ? എല്ലാം കാർ റെന്റൽസ് ആയി. ഇവിടെ മൊത്തം കാർ റെന്റലിന്റെ പരിപാടിയാണ്. നിങ്ങൾ ഈ ഐസ്ലാൻഡ് റൗണ്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ? വന്നതേ ഉള്ളൂ അല്ലേ? സമ്മർ ജോബിന് വേണ്ടി ഞാൻ വന്നതല്ല, ഈ കമ്പനിയിൽ. അപ്പോൾ ഞാൻ കാറല്ല ക്യാമറ വാൻ റെൻ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഓഫീസിലേക്കാണ് വന്നിരിക്കുന്നത്. കോൺവെൻ. അത് ഫ്രീ ആയിട്ട് അവരെന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, തിരിച്ച് എയർപോർട്ടിലും കൊണ്ടുവിടും. അങ്ങനെയാണ് പരിപാടി. അടിപൊളി. ഇവിടെ ആരുമില്ലല്ലോ. ഐ വിൽ ബി ബാക്ക് ഇൻ 10 to 15 minutes എന്ന്. ഫീൽ ഫ്രീ ടു കോൾ us. ഹലോ. എവിടെയെങ്കിലും പോയായിരിക്കും. ഇത് 2 കമ്പനിക്കാരുടെ ഒരൊറ്റ ഓഫീസാണെന്ന് തോന്നുന്നു. ഹേയ്, ഹായ്, ഹൗ ആർ യു? Yeah, already good. You come for the pickup, right? Yeah, my name is Sujit Bhakthan. Okay. Yeah. You need your driver license and credit card. Okay, that's my driving license. So are you gonna charge anything? No. No, okay. We're taking just for the record. Sometimes you get speeding or parking ticket. Okay. So this is the remaining amount you still need to pay. 1,87,700 something. Iceland krona, right? Yeah, Icelandic krona. Icelandic krona. Still a couple of things you need to know. So the gas policy is full to full. The gas type on your car, it is diesel. Okay.
You have full insurance, but there's a couple of things that's not covered. What is not covered? You have full insurance, but Yeah. there's one damage is don't cover is under the carriage damage. So it's everything in the bottom of the car. Oh, okay, okay, fine. Same with the license plate. If you're gonna lose one, then you have to pay for it for the new one. It's not covered. Okay, fine. In case you're gonna see, it shouldn't be happening, but then, yeah, if you not mention this, then people are complaining. I'm actually planning to go for the ring road trip. Okay, so Yeah. you're gonna go through this place. Yep. So the close to the town named Akureyri, there is the tunnel that if you go through it, you have to pay for it. Okay. Tunnel.is is the website. you Shouldn't be need to written go. there. It should have written there, right? It's gonna be the sign, but nobody gonna stop you there. Okay. You go, you have 24 hours to pay for it. Cool. If you don't want to pay, you can just go the way around. It's like extra 20 minutes of driving, but free of charge. Okay. Yeah, so that's more or less all you need to know. Same with the parking, always double check. Okay. Usually in any popular tourist area, it's never free, so just be prepared to pay for it. Okay. You can pay always on the spot, or there is this app here, it's called Parka, right? Yeah, I have downloaded it. Yeah. And how can I book the campsites? Do I need to book it advance or I can just walk in? It depends. If you're going there early, like in the daytime, or usually there is space. Thank you. ഇത് കണ്ടോ, ഇതുപോലെ നല്ല അടിപൊളി ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കാം. നല്ല വെതറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടിലും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഈ സുസുക്കി ജിംനിയൊക്കെ ഇല്ലേ, ജിംനി ഉണ്ട്. ജിംനിയിലൊക്കെ നമുക്ക് ടെൻ്റൊക്കെ കിട്ടും, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, യു കുഡ് ബി ഹിയർ കോൺവെന്റ് കാർ റെൻ്റൽ. പുള്ളി വണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആ ഇതാണല്ലേ എൻ്റെ വണ്ടി. ഓ ദാറ്റ്സ് നൈസ്. So this camper is prepared for 2 people. ഓക്കെ. So you have everything times 2. So in the box here, or if you decide to cook outside, you have all the equipment you need here. And below there, you have the table, chairs, and table. Nothing I think to explain. When you do that, the heater will be on automatically. Nothing else for you to do. Okay. You just have the controller here. Now, Oh. of course, it's off because there's no electricity, but it's just like regular car. Just have the button in it. The Okay. gas is full after the start. And I have the charging stuff. Okay. That's it? If you have no more questions, yeah, you're good to go. Yeah, that's it. Okay, thank you. അടുത്ത ഏതാനും ദിവസങ്ങളിലെ എൻ്റെ ഹോട്ടൽ മുറിയും താമസവും ഊണും ഉറക്കവും ഭക്ഷണവും എല്ലാം ഈ കാണുന്ന വണ്ടിയിലാണ്. ഇതിന് ക്യാമ്പർ വാൻ എന്നാണ് ഇവർ പറയുന്നത്. അതായത് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇതിനകത്ത് കയറി കിടന്ന് ഇതിനകത്ത് വേണ്ട ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുട്ടാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ എങ്ങനെ പരിപാടി അറിയത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. 2 പില്ലോ ഉണ്ട്, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ടവൽ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ക്ലോസ് ഇറ്റ്. പിന്നെ കോൺവെന്റ് കാർ റെൻ്റൽ. ഞാനിതിന് ഈ വണ്ടിക്ക് ഞാൻ ഫുൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതായത് ഈ വണ്ടി എന്ത് സംഭവിച്ചാലും, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എന്ത് സംഭവിച്ചാലും എനിക്ക് ഫുള്ളി കവേർഡ് ആവുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് പെർ ഡേ റെൻ്റ് ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് വന്നിരിക്കുന്നത് 17,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് 17,000 രൂപ. അതായത് 17,000 രൂപയ്ക്ക് എനിക്ക് ഈ സംഭവം കൊണ്ടു നടക്കാം. പിന്നെ എക്സ്ട്രാ വരുന്നത് ഡീസൽ അടിക്കുന്നതിൻ്റെ പൈസ. പിന്നെ ഞാൻ ക്യാമ്പ് സൈറ്റുകളിൽ പോയി കിടക്കുമ്പോഴത്തേക്കിനും ആ ക്യാമ്പ് സൈറ്റുകളിൽ ചിലപ്പോൾ $10-20 ഒരു ദിവസം കൊടുക്കേണ്ടി വരും. അതിന് വേണ്ട പൈസ. ഇതിനകത്ത് ടോയ്ലറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ക്യാമ്പ് സൈറ്റുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലോ മറ്റേ പെട്രോൾ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഇത് 4-wheel ഡ്രൈവ് വണ്ടിയൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് പോകാനൊന്നും പറ്റത്തില്ല. ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് പോകുന്നതിന് വേണ്ടിയുള്ള വേറെ വണ്ടിയുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഹെവി പെനാൽറ്റി ഇവർ ചാർജ് ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു കാർ. എന്ത് കിടില വണ്ടിയാന്ന് നോക്ക് ബ്രോ ഇത്. എൻ്റെ പൊന്നെ ഫിയറ്റ്. കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗിയറൊക്കെ എവിടെയാ? അയ്യോ ഗിയർ കാണുന്നില്ലല്ലോ. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പക്ഷെ എന്നാലും ഇതിന് മറ്റേ ഗിയറൊക്കെ കാണണ്ടേ? അതെവിടെ ഗിയർ? ഇതെന്ത് സംഭവം? ഇതാണോ? അല്ലല്ലോ. ഇതിൻ്റെ ഗിയർ എവിടെയാ? ഇതില്ല വൈപ്പർ, ഇത് ഇൻഡിക്കേറ്റർ, ഗിയർ എവിടെ? ഓ ഇതാണല്ലോ ഗിയർ, ഡ്രൈവ് മോഡ്. ഞാനിത് കണ്ടില്ല. ഇത് നോക്കി, ഇത് റിവേഴ്സ്, ന്യൂട്രല്. റിവേഴ്സിന് ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ക്യാമറ ഇല്ല. അയ്യോ പണി പാളി. ക്യാമറ ഇല്ല. ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇതിന് റിവേഴ്സ് ക്യാമറ പരിപാടികളൊന്നും ഇല്ല. ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട് ബാഗ്. അതിനകത്ത് മാപ്പൊക്കെ നമുക്ക് ഇടാം. തൽക്കാലം നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട് ഞാൻ വണ്ടി ഒന്ന് പഠിക്കട്ടെ ആദ്യം. ദൈവമേ, ഇത് അത്യാവശ്യം നല്ല വലിയ വണ്ടി കേട്ടോ. ഇത് പൊളിച്ച്
ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. എന്നാലും നമ്മൾ UK ക്യാമറമാൻ ഓടിച്ച് നടന്ന പോലെ തന്നെ എന്താ പറയാ, അത്ര പാടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെപ്പോഴും റെൻ്റ് കാർ എടുക്കുമ്പോഴത്തേക്കിന് ഫുൾ ഇൻഷുറൻസ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് സ്ട്രെസ് ഫ്രീ ആണ്. നമുക്ക് വലിയ പ്രശ്നമൊന്നും എന്തെങ്കിലും ഉണ്ടാവാതെ തന്നെ നമുക്ക് നോക്കാം. ഇതിന് നമ്പർ പ്ലേറ്റ് കളഞ്ഞാലും പിന്നെ വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലും സംഭവിച്ചാലും മാത്രമാണ് ഇവർ എക്സ്ട്രാ എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്ത് സ്മൂത്താണ് ഈ വണ്ടി എന്നത്, നല്ല കിടുക്കാച്ചി സ്മൂത്ത് സ്റ്റിയറിങ്. ഫിയറ്റിൻ്റെ ഒക്കെ വണ്ടി, അത് ഓട്ടോമാറ്റിക് ഡീസൽ. ഇത് എന്ത് കിടുക്ക സെറ്റപ്പ് എന്ന്, എനിക്ക് കിടുക്കാച്ചി വണ്ടി. ഇതുപോലുള്ള വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലും ക്യാമ്പർ വാനായിട്ടൊക്കെ ഇറക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇത് എത്ര പാടാണെന്നറിയോ. ഇവർക്കിവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, കോൺവിൻ ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് ഇവർക്കിവിടെ. സംഭവം കൊള്ളാം. എന്തായാലും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്, ഈ ക്യാമ്പർ വാൻ പരിപാടികൾ സംഭവങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ലീഗൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ടെമ്പോ ട്രാവലറൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാമ്പർ വാനാക്കി കമ്പനിക്ക് തന്നെ ഇറക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യുകയല്ല, അതാണ് സംഭവം. നിങ്ങൾ നേരത്തെ എൻ്റെ ഒളി ക്യാമറയിലാണ് നിങ്ങളുടെ വീഡിയോ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത്. എന്തിനാ ചേച്ചിക്ക് എന്നെ എത്ര മടി? ഇവർ എയർപോർട്ടിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ വിമാനം ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ പോവുള്ളൂ. ഇവർ 4 പേരില്ലെങ്കിൽ ഇവർ ഒരു അനിയത്തിയും കൂടെ ഉണ്ട്, ഒരു മോളും കൂടെ ഉണ്ട്. ഇവർ 4 പേരിൽ എയർപോർട്ട് വർക്ക് ചെയ്യില്ല. കാരണം 4 പേര് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഇല്ലേ? ചേട്ടൻ എനിക്കിപ്പം അകത്ത്, ചേട്ടൻ്റെ വീടാണിത്, ചേട്ടനകത്ത് ഇരുന്ന് കുറേ ക്ലാസ്സൊക്കെ തന്നു. ഐസ്ലാൻഡിനെ പറ്റി നല്ലൊരു ഓവറോൾ ഒരു വ്യൂ ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതെന്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. 17 വർഷമായി മനോജേട്ടൻ ഇവിടെ വന്നിട്ട് ഇപ്പം സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങിച്ച് ഫാമിലിയായിട്ട് ഇവിടെ ജീവിക്കുന്നു. മോൻ്റെ പേരെന്തായിരുന്നു? അശ്വിൻ. മോളുടെ പേര് ഐശ്വര്യ. ചേച്ചിയുടെ പേര് ശ്രീജ. ഇങ്ങോട്ട് മാറുന്നേ, എന്ത് മാറിയിരിക്കുന്നത്? അപ്പാ ദൂരെ ഇങ്ങനെ മാറി നിൽക്കാതെ. ഇവരെല്ലാവരും എൻ്റെ വീഡിയോസ് ഭയങ്കര കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനിവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഞാൻ പോലും മറന്നുപോയ പല കാര്യങ്ങളും എന്നോട് ചോദിച്ചു. അത്രയ്ക്ക് കൃത്യമായിട്ട് എൻ്റെ വീട്ടിലെ എല്ലാവരെയും കറക്റ്റ് പേഴ്സണലി അറിയാം. അതുപോലെ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ കുറേ വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഹാപ്പി ടു മീറ്റ് യു ഇൻ ഐസ്ലാൻഡ്. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പോയി കറങ്ങിയിട്ട് വരാം. നീ വരുന്നോ? ഇല്ല. ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്ന വഴിക്ക് US എയർഫോഴ്സിൻ്റെ ഒരു പഴയ ഒരു യുദ്ധവിമാനം ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാൻ സാധിച്ചു. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്ന പോലെ അല്ല, ഇത് പഴയ വിമാനം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് ഇവിടെ US ബേസ് ഉണ്ടായിരുന്നു അല്ലേ? ആണോ? ആ ശരി. അപ്പം ഇപ്പോൾ US ബേസ് ഒന്നുമില്ല ആണോ? എന്തായാലും അമേരിക്ക ഇവിടെ അടുത്തല്ലേ, 6 മണിക്കൂറല്ലേ ഉള്ളൂ അമേരിക്കയ്ക്ക്. സ്വീഡന്റെ പല നേവി പല എയർഫോഴ്സ് കൂടെ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ അവരുടെ ഇതൊരു മെയിൻ സെന്റർ അല്ലേ, അറ്റ്ലാന്റിക് നടത്തി ഇവിടുന്ന് എങ്ങോട്ടും അടിക്കരുത്. അത് മാത്രമല്ല, ഈ വിമാനങ്ങളൊക്കെ ഈ അറ്റ്ലാന്റിക് കണ്ടിന്യൂസ് പറക്കുന്നതിന് ബദലായിട്ട് ഐസ്ലാൻഡിൻ്റെ മേളിൽ കൂടെ പറക്കും. കാരണം അവർക്ക് ആകെ അടക്കി കിട്ടുന്ന കുറച്ച് കര എന്ന് പറയുന്നത് ഐസ്ലാൻഡാണ്. അപ്പോൾ അങ്ങനെ പറക്കും. ഇവിടെ വേറെ ആരും കയറി കഴിഞ്ഞാൽ പണിയാവില്ല ബാക്കി എല്ലാവർക്കും. അതെ. അപ്പോൾ ഇവിടെ നമുക്കൊരു യുദ്ധവിമാനം കാണാം, US എയർഫോഴ്സിൻ്റെ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ അമേരിക്കൻ പട്ടാളം ഇവിടെ നിർമ്മിച്ച ഒരു എയർ ഡിഫൻസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ഒരു എയർ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഇവിടെ നടന്നിരുന്നു. ആ സമയത്ത് അവരുണ്ടാക്കിയ എയർപോർട്ടാണ് ഇപ്പോൾ, ആ ഒരു എയർ സ്ട്രിപ്പാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ഇവിടുത്തെ എയർപോർട്ട് എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ക്രോണൻ അല്ലേ, കണ്ണൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ക്രോണൻ എന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ശരിയാണല്ലോ, ക്രോണ അല്ലേ, ഐസ്ലാൻഡിക് ക്രോണൻ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവരുടെ കറൻസിക്ക് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 1000 ക്രോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ 700 രൂപയാണ്, ഇന്ത്യൻ രൂപ 700 രൂപ. അതാണ് 700. അതെന്താ കൂടിയതാ? ആണോ? അതിൽ കുറവായിരുന്നു? പണ്ടെത്രയായിരുന്നു? ആ അത് ശരി, വെരി ഗുഡ്. എൻ്റെ അമ്മോ, ഇതിന് 1/2 കിലോയ്ക്ക് ഇത് ഭയങ്കര വില കുറവാണല്ലോ. ഇത് 1/2 കിലോ ഇല്ല ചേട്ടാ, ഇത് നാട്ടിൽ എത്ര കൊടുക്കണം 1/2 കിലോ എന്ന് പറഞ്ഞാൽ? പൊന്നും വില കൊടുക്കണം നാട്ടിൽ ഈ സാധനത്തിന്. സ്ട്രോബെറി ഒക്കെ നോക്കി 1/2 കിലോയ്ക്ക് 819 ക്രോണ. നിങ്ങൾക്ക് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ? എല്ലാം ശരിക്കും പുറത്തുനിന്ന് വരണ്ടേ? ഇവിടെ കൾട്ടിവേഷൻ ഉണ്ടോ? പച്ചക്കറി കൃഷിയൊന്നും ചെയ്യാനില്ലല്ലോ, വിൻ്റർ അല്ലേ?
ആ ഇലയൊക്കെ ഉണ്ടാവും അല്ലേ? സ്പിനാച്ച് അങ്ങനെ ഇതൊക്കെ കുറേ. ബാക്കി എല്ലാം യൂറോപ്പിൽ നിന്ന് വരുന്നതായിരിക്കും എല്ലാ സംഭവങ്ങളും. പക്ഷേ ഈ വിയറ്റ്നാം തായ്ലൻഡ് എന്തുമാത്രം സാധനം ഇറക്കി വരുന്നത് ഈ കരിയാപ്പില തൊട്ട് സർവ്വ സാധനം. വിയറ്റ്നാമിൽ നിന്ന് ഇവിടെ വരെ വരുമോ? വിയറ്റ്നാമും തായ്ലൻഡും എന്ത് സാധനം. നമ്മുടെ കാരി വരെയുണ്ട്. ആ കാരി ആരകന് വരാല്. അത് ശരി. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇത് നമ്മുടെ ഉപ്പുമാവ് പോലത്തെ സാധനമാണ്. കുസ്കുസ്. നമ്മൾ മൊറോക്കോയിൽ വെച്ച് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സാധനം. ഇതൊക്കെ ജസ്റ്റ് ഇത് എടുത്തിട്ട് ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴിക്കാവുന്ന സാധനമാണ് കുസ്കുസ്. പിന്നെ ടോമിയം ഫ്ലേവറിലുള്ള നൂഡിൽസ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കാം. ഇതെന്താ സാധനം? ഇത് മെക്സിക്കൻ ക്രീമി മെക്സിക്കൻ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ പാക്ഡ് ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ടബാസ്കോ സോസ് എന്ന് പറയുന്നത്. അത്യാവശ്യം എരിയും പുളിയും കൂടെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ടബാസ്കോ സോസ് ഒരെണ്ണം കൈ കരുതിയാൽ നിങ്ങൾക്ക് എന്ത് ഫുഡും കഴിക്കാവുന്ന രീതിയിലുള്ള സാധനമാണ് ടബാസ്കോ സോസ്. സോ ഐ ഗോട്ട് മൈ ടബാസ്കോ സോസ്. നമ്മൾ സാധാരണ എണ്ണയൊക്കെ കാണത്തില്ലേ, അതേപോലെ ഇപ്പോൾ ദേ പാനിലൊക്കെ സ്പ്രേ ചെയ്യുന്ന ഇതുണ്ട്. ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിംഗ് കുക്കിംഗ് സ്പ്രേ എന്നും പറഞ്ഞുകൊണ്ട് എണ്ണയൊക്കെ, ഒലീവ് ഓയിലിൻ്റെയൊക്കെ എണ്ണയ്ക്ക് പകരം ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ സ്പ്രേ ചെയ്യാം, പാനിലൊക്കെ സ്പ്രേ ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എണ്ണയൊക്കെ ഇതുപോലെയുള്ള പെർഫ്യൂം പോലെ തന്നെ, ഡിയോഡ്രൻ്റൊക്കെ പോലെ തന്നെ കുക്കിംഗ് സ്പ്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരെ വന്നു തുടങ്ങി. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഒലീവ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ട്, വിലയും അതുപോലെ ഉണ്ട് കേട്ടോ. ക്വാളിറ്റി മാത്രമല്ല, വിലയും അതുപോലെ ഉണ്ട്. ഗാർലിക്കൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, എന്തൊക്കെ ഐറ്റംസ് അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല സാധനം വെച്ച് കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതാണ് അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് നല്ലതായി കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും എന്നുള്ളതാണ് ഓരോരോ സാധനങ്ങളുടെയൊക്കെ പ്രൈസ്. ഇത് അസ്പരാഗസ്, ഹോൾ ഗ്രീൻ അസ്പരാഗസ്, ഇതൊക്കെ ഉപ്പിലിട്ട സാധനങ്ങളായിരിക്കും. പിന്നെ നമ്മുടെ പിക്കിൾസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിക്കിൾസ്. ഇത് കണ്ടോ, ഇത് തൈര്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് എഗ്ഗ് വൈറ്റ്. അതായത് എഗ്ഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കിട്ടും ആണോ? അത് മാത്രം എടുത്താൽ നമുക്ക് ഹോട്ടലുകളൊക്കെ യൂസ് ചെയ്യാനും വീടുകളിൽ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആണല്ലേ, ഇങ്ങനെയൊക്കെ കിട്ടുമോ? ഇത് കൊള്ളാനുള്ള പരിപാടി. എഗ്ഗ് വൈറ്റ്, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ട് കുപ്പിക്കകത്താക്കി വെച്ചേക്കുന്നു. മുട്ട വേറെ, എന്തൊക്കെ പരിപാടികളായിരുന്നു എനിക്ക്. എഗ്ഗ് വൈറ്റ് മാത്രം, യോഗേട്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യോഗേട്ട്, പല ഫ്ലേവറിലുള്ള യോഗേട്ട്. ശരിക്കും ഈ സൂപ്പർ മാർക്കറ്റിൽ ഓരോ നാട്ടിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടത്തെയൊക്കെ കാഴ്ച കാണുമ്പോഴത്തേക്കും സ്റ്റീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് കേഡില്ലേ, ആ കേടാണോ? കേടല്ലത് ഭയങ്കര ഹെവിയാണ്. ക്രീമാണോ? ക്രീം അല്ല, അത് ഹെവിയാണ് ഭയങ്കര. ആണോ? ഇതെന്തിനു ഉപയോഗിക്കുന്നത്? ചുമ്മാ കഴിക്കുന്ന ഇതിവിടെ നമ്മൾ ഈ ഗ്രാനോളയൊക്കെ മിക്സ് ചെയ്തും അങ്ങനെ കഴിക്കുന്നത്. എല്ലാം പാചകത്തിന് എടുക്കുന്ന സാധനങ്ങളല്ലേ? ലാവിയ മിൽക്ക്, സ്ട്രോബെറി. ആ, ഇതും ഒരു വേറെ ടൈപ്പ് തൈരാണ്, സോയ മിൽക്ക് എന്നാണ്. ഞങ്ങൾ മോരക്കാച്ചാൻ ഇത് എടുക്കുന്നത്. അതിന് പുളി കുറവാണ്. അതിന് പുളിയുള്ള തൈര് ഏതാ? പുളിയുള്ള ഈ ആവിയ മിൽക്ക് എൻ്റെ കയ്യിലുള്ളതല്ലേ, ഞാൻ പുളിയുള്ള തൈര് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. തൈര് ഇത് മുഴുവൻ സ്കീറിന്റെ പല ഫ്ലേവറുകളാണ്. സ്കീർ എന്ന് പറഞ്ഞാൽ സ്കീറിന് ഈ ഹാങ് കാർഡ് പോലത്തെയാണ്, ഹെവി ആയിട്ടുള്ളത്. ആണോ? അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. സമയം രാത്രി 9:45. ഒരു ചെറിയൊരു കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇന്ന് നമ്മുടെ മനോജേട്ടൻ്റെ വീട്ടിലല്ല ഞാൻ താമസിക്കുന്നത്. മനോജേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ ക്യാമ്പ് സൈറ്റിൽ പോകുന്നില്ല. ഫസ്റ്റ് ഡേ എന്തായാലും ഇവിടെ വന്നിട്ട് മനോജേട്ടൻ്റെ കൂടെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഈ രാജ്യത്തിൻ്റെ ഒരു പൾസൊക്കെ മനസ്സിലായി, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സോ ഫുൾ പരിപാടി. ഇപ്പോൾ ഡ്രോണിൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് ഉള്ളത് ഭയങ്കര പരിപാടി എളുപ്പമാണ്. ഫോൺ ചാർജ് ചെയ്യാം, എല്ലാം ഈസിയാണ്. വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഹാൻഡിയായി, ഭയങ്കര കംഫർട്ടബിളായി വണ്ടി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഹാസൽ ഫ്രീ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഓഫ് ചെയ്താലും ചാർജ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് ആവുമല്ലേ? ചാർജ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. സോ മൊബൈൽ ചാർജിങ്ങും പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ ഇന്ന് ഇവിടെ ചേച്ചി ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് വണ്ടി കിടന്ന് ഉറങ്ങണം. എങ്ങനെയാണ് ഉറക്കമൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് ഇരുട്ടുണ്ടോ? ഇരുട്ടോ? എനിക്കാണ് ഇരുട്ട് വേണം ഉറങ്ങാനായിട്ട്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒരു ഷെഫ് ഫാമിലിയിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മിനിമം കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവണമല്ലോ. ഒരു ഷെഫ് കുടുംബത്തിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? പോർക്ക് ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വേണ്ട, കുഴപ്പമില്ല. ഇതൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നതാണ് ആണല്ലേ? എനിക്ക് കുറച്ച് ഞാൻ എടുത്തോളാം, ചോറ് എടുത്തോളാം. ചോറ് ഇത് ചിക്കൻ അല്ലേ? ഇത് ചിക്കൻ, ഇത് ചിക്കൻ വിങ്സ് ആണോ? അതും ചിക്കൻ. പിന്നെ ഇത്
ഇവിടെ കിട്ടുമല്ലോ ചീര. അത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഏഷ്യൻ സ്റ്റോറാണ്. ഏഷ്യൻ സ്റ്റോറിൽ കിട്ടും. ഇത് മീൻകറി. സാൽമൺ. അടിപൊളി. എന്താ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഡിന്നർ. ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ചിക്കൻ കണ്ടോ? ഈ ചിക്കൻ എണ്ണയിലിട്ട് വറുത്തിരിക്കുന്നതല്ല, എയർ ഫ്രയറും ചെയ്തതല്ല, ആണോ? അത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനത്തെ പറ്റി കേൾക്കുന്നത്. അതെങ്ങനെ വറുത്തതെന്നൊന്ന് പറഞ്ഞേ. പാലിൽ തേങ്ങാപ്പാൽ ഒഴിക്കും. എങ്ങനെ? തേങ്ങാപ്പാല് ഒഴിക്കും. പാലിനകത്തോ? പാനിനകത്ത്, നോൺ സ്റ്റിക് പാനില്ലേ? പാനില് തേങ്ങാപ്പാൽ ഒഴിക്കും. എന്നിട്ട് അത് അതിനകത്തൊരു ചിക്കൻ ഇടും. എന്നിട്ട് സ്ലോയിൽ കുക്ക് ചെയ്തെടുക്കും. അപ്പൊ തന്നെ അത് കുക്ക് ചെയ്തെടുക്കും, ചൂടാക്കും. അതിനകത്ത് തിളപ്പിച്ച് വരും. എന്നിട്ട് അത് സ്ലോയിലങ്ങ് വെച്ചേക്കും. അപ്പൊ അത് തന്നെ പറ്റി. എത്ര സമയം എടുക്കും? എനിക്കത് 20-25 മിനിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കുമോ? ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അവസാനം ഒരു കരിയാപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് കറി ആവത്തില്ല? കറി ആവത്തില്ല, പറ്റി ഇങ്ങനെ ആവും. ഇത് കറിയാണോ? അത് കൊള്ളാം കേട്ടോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രമല്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡിന്നർ. ഡിന്നർ എന്ന് പറയാൻ പറ്റില്ല, സദ്യ. അപ്പോൾ നല്ല അടിപൊളി ഡിന്നറെല്ലാം കഴിഞ്ഞ് സമയം എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക്? നോക്ക്, 10:53. ഇത് രാവിലെയാണെന്ന് നിങ്ങൾ പറയും, 10:53. അല്ല കേസ്, നോക്ക്, 10:53 PM. ന്യൂഡൽഹിയിൽ ഇപ്പോൾ രാവിലെ 4:23 AM. ഇവിടെ 10:53 PM. നോക്ക് അവസ്ഥ, നോക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രാത്രി 10 മണിയാകുമ്പോൾ അവസ്ഥ. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. ഞാൻ ഇന്ന് വണ്ടിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതൊക്കെ മെസ്സായി ഗൈസ്, കാരണം ഇതൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. എനിക്ക് ചേട്ടനെ വീട്ടിൽ നിന്നൊരു ബ്ലാങ്കറ്റ് തന്നു. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, എന്നാലും എനിക്കൊരു ബ്ലാങ്കറ്റ് തന്നു. എനിക്ക് ഏത് സമയവും ഇവിടെ കിടന്നിട്ട് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അകത്ത് കയറി കിടക്കാൻ പറഞ്ഞ് ഇതിൻ്റെ ഒരു ചാവിയും തന്നിട്ടുണ്ട്. അവരോട് കിടന്നോളാൻ ഞാൻ പറഞ്ഞു. ഞാനപ്പോൾ ഈ വണ്ടിക്കകത്ത് കിടക്കും, ചാവി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരിപാടി. കാരണം നമ്മളിത് വിൻ്ററാണല്ലോ, അപ്പോൾ ക്യാമ്പ് സൈറ്റുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് മറ്റേ കറണ്ടകത്ത് കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി ചൂടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതില്ലാത്തതുകൊണ്ട് വണ്ടി ചൂടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ലെറ്റ്സ് സീ, നോക്കാം എന്താണെന്നുള്ളത്. ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഉറങ്ങാം. അപ്പോൾ രാത്രിയിൽ കിടക്കാൻ പോവാണ്. ഇതെൻ്റെ ഫസ്റ്റ് നൈറ്റാണ് ഇൻ ക്യാമ്പർ വൺ. ഈ ഭാഗത്ത് നിന്ന് ഇത്രയും വെളിച്ചം കയറുന്നുണ്ട്. ഇപ്പോൾ മണി 12 കറക്റ്റ്. ഈ ഭാഗത്തു നിന്ന് ഇത്രയും വെളിച്ചം കയറുന്നുണ്ട്. ഇവിടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ഇത്രയും വെളിച്ചം കയറുന്നുണ്ട്. ഇവിടെ നല്ല എത്രയും വെളിച്ചം കയറുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുറേ സാധനങ്ങളെല്ലാം ഞാൻ ഈ ഭാഗത്ത് സജ്ജമാക്കി. എൻ്റെ വാല്യുബിൾസും സംഭവങ്ങളെല്ലാം ഇവിടെ അടുത്ത് തന്നെ വെച്ചു. വണ്ടി ലോക്ക് ചെയ്തു. പിന്നെ ഇതെല്ലാം അടച്ചു, കർട്ടനെല്ലാം അടച്ചു. പിന്നെ ഞാൻ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറി. കണ്ടോ, സി, ഞാൻ സ്ലീപ്പിംഗ് ബാഗ് സിബിട്ടിട്ട് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറി. ഇതെനിക്ക് ഇവിടെ ചേട്ടനും ചേച്ചിയും കൂടെ തന്ന കമ്പിളി. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാൻ ഇതിനകത്ത് കയറി പതിച്ച് മൂടി കിടന്നു കഴിഞ്ഞാൽ ആക്ച്വലി കറണ്ടൊന്നും കുത്തി വണ്ടി ഹീറ്റാക്കാതെ തന്നെ നല്ല ചൂടുണ്ട്. ഇന്ന് കിടന്നു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളതോ. നാളെ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ കറണ്ട് കുത്തി കിടക്കണം. ഇനി രാത്രി ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാൻ എണീറ്റ് റൂമിൽ പോവും. ചാവി തന്നിട്ടുണ്ട്. അതാണ് പരിപാടി. സോ ലെറ്റ് മീ സ്ലീപ് ടുഡേ. ബാക്കി നമുക്ക് നാളെ ഗംഭീര പരിപാടികളായിട്ട് കാത്തിരിക്കൂ ഗൈസ്.